CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന കലാജാഥയ്ക്ക് ആവേശോജ്വല തുടക്കം. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് നെൽസൺ ഐപ്പ് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. നാട്ടുകാരെ കണ്ടും സൗഹൃദം പങ്കിട്ടും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിയും UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വാക്ക് ഫോർ മണലൂർ. കേച്ചേരി പറപ്പൂക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് തിങ്കളാഴ്ചയിലെ പ്രഭാത നടത്തത്തിന് തുടക്കമായത്. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളർക്കാട് മേഖല കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ സമാപിച്ചു. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 2 പൂർത്തിയാകും. ചൊവ്വാഴ്ച മധ്യവേനൽ അവധിക്കായി സ്കൂളുകൾ അടയ്ക്കും. ആഘോഷങ്ങളുടെ അവധിക്കാലത്തിലേക്ക് കടക്കാനൊരുങ്ങി കുട്ടിക്കൂട്ടം. കേച്ചേരി പറപ്പൂക്കാവ് പൂരത്തിന് വെടിക്കെട്ടിന് അനുമതി. ഇന്നുച്ചയോടെയാണ് ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിന് അനുമതി നൽകിയത്. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി. ചൊവ്വാഴ്ച രാത്രി 8:30 പറപ്പൂക്കാവിലമ്മ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വെടിക്കെട്ട് നടക്കുക. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിൽ ഇടിച്ചുകയറി യുവാവിന് പരിക്ക്. ബൈക്ക് യാത്രികൻ വെള്ളർക്കാട് പള്ളിയത്തുപടിക്കൽ വീട്ടിൽ അഭിജിത്തിനാണ് പരിക്കേറ്റത്. തലയ്ക്കു പരിക്കേറ്റ യുവാവിനെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കൗമാരക്കാരുടെയും യുവാക്കളുടെയും കായിക സ്വപ്നത്തിന് നിറം പകരാൻ മറ്റം സ്പോർട്സ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു. മറ്റം തിരുവത്ര റോഡിൽ സജ്ജമാക്കിയ അക്കാദമിയുടെ ഉദ്ഘാടനം പത്മശ്രീ IM വിജയൻ നിർവഹിച്ചു. കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഏപ്രിൽ 1 തുടക്കമാകും. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുതിയ വഴിപാട് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞിപ്പെരുന്തുരുത്തി AS സ്കൂൾ വാർഷികാഘോഷം കാട്ടക്കമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇടം സാംസ്കാരിക വേദിയുടെ ഓഫീസ് ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ നിർവഹിച്ചു. അഞ്ഞൂർ ഇടവക CLC അംഗങ്ങൾ കുന്നംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കാരുണ്യസ്പർശം പൊതിച്ചോറ് വിതരണം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.